തീർച്ചയായിട്ടും മമ്മൂട്ടിയായിട്ട് വേറെ സിനിമ ആലോചിക്കാതെയല്ല, ഒരു പക്ഷേ പലപ്പോഴും ഇപ്പോഴും ആലോചിക്കുമ്പോൾ അറിയാതെ മനസ്സ് ലാലിൻ്റെ അടുത്തേക്ക് പോകും. അതൊരു പക്ഷേ ഒരു കംഫർട്ട് ലെവലാണോ മറ്റെന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ സമീപകാലത്തൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയായിട്ട് ഞാനൊരു സിനിമ ആലോചിച്ചു. ഇതെല്ലാം അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു വളരെ വ്യത്യാസമുള്ള കഥയാണ്, വളരെ ടഫ് ഫിലിമായിരിക്കും ഇത്. ഒപ്പം പുള്ളി വേറൊന്നുകൂടെ സൂചിപ്പിച്ചു, ഇതൊരു സ്ഫടികത്തിൻ്റെ ചൊവയുണ്ടോ? അപ്പം ഞാൻ ചിരിച്ചു. അത് തോന്നുന്ന സ്ഫടികത്തിൻ്റെ ചൊവയില്ല. രണ്ടും 2 തലത്തിലുള്ള സിനിമയാണ്, 2 കഥയാണ്. ഒരിക്കലും അങ്ങനെയല്ല. സ്ഫടികത്തിൻ്റെ തലത്തിലുള്ളൊരു സിനിമയാണെങ്കിൽ പിന്നെ ഞാൻ സ്ഫടികം പാർട്ട് 2 എടുത്ത് ലാലിനെ വെച്ചെടുത്താൽ പോലെ മമ്മൂട്ടി. അപ്പോൾ പുള്ളി അത് പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതൊരു ടഫ് ഫിലിമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ? അതേ, നിങ്ങൾ നല്ല ഡയറക്ടറൊക്കെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പഴയ മമ്മൂട്ടി തന്നെയാണ്. പൊട്ടിച്ചിരിച്ചു പോയി. മമ്മൂട്ടി വിൽ നോട്ട് ചേഞ്ച്, ബെറ്റർ യു ചേഞ്ച്. ഞാൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി വളരെ വളരെ എന്താ പറയുക, കൃത്യമായ സ്ഥലത്ത് സന്ദർഭോചിതം പോലെ വേറൊന്നും പറഞ്ഞില്ല. അതിനകത്ത് എന്തോ പഴയ കാര്യങ്ങളുടെ ഒരു ആവർത്തനം പോലെയോ അല്ലെങ്കിൽ പഴയ കാര്യം എവിടെയോ പുള്ളി ചിന്തിച്ചിട്ട് പറഞ്ഞ പോലെ, ഐ ആം ആൻ ഓൾഡ് മമ്മൂട്ടി, ഐ വിൽ നോട്ട് ചേഞ്ച് മൈ സെൽഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചില മൂഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതിൽ നിന്നും യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഇഫ് യു വോണ്ട് ടു ഡു എ ഫിലിം വിത്ത് മീ, ബെറ്റർ യു ചേഞ്ച് എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിരിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് ഞാൻ മനസ്സിൽ സ്വയം ആലോചിച്ചു, ഇത് നടപ്പുള്ള കാര്യമില്ല. കാര്യം ഇത് തന്നെ എനിക്ക് അദ്ദേഹത്തോടും പറയാനുള്ളത്. I will not change. I cannot change. I need not change. Why should I change? This question is always in me, within me always. Why should I change? ഞാൻ എന്തിനു ചേഞ്ച് ചെയ്യണം? ഞാൻ കള്ളു കുടിച്ച് സെറ്റിൽ പോകാറില്ല, കള്ളു കുടിക്കാറുമില്ല. പിന്നെ സമയം വളരെ കൃത്യമായി സെറ്റിൽ പാലിക്കും. 6 മണി ഷൂട്ടെങ്കിൽ 6 മണിക്ക് ഞാൻ പ്രസൻ്റ് ആവും. പിന്നെ സിനിമയുടെ മറ്റ് ഒരു താല്പര്യ മേഖലകളിലും ഞാൻ എന്നും ഉണ്ടായിരുന്നിട്ടില്ല. ദെൻ ദർ ഈസ് ഓൾവേസ് എൻ ഒബ്വിയസ് ക്വസ്റ്റ്യൻ ദറ്റ് വൈ ഷുഡ് ഐ ചേഞ്ച്, വേർ ആം ഐ ടു ചേഞ്ച് എന്നൊരു ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആവശ്യമില്ലാത്തൊരു പുലിവാലെടുത്ത് തലയിലിടുകയാണ്. എനിക്ക് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. എനിക്ക് ചേഞ്ച് ചെയ്യണം. എന്താണ്? ഞാൻ വ്യത്യാസമുള്ള സിനിമ കണ്ടെത്തണം, നല്ല സിനിമ ചെയ്യാൻ ശ്രമിക്കണം. മമ്മൂട്ടിയെപ്പോലെ വളരെ നല്ല ഒരു നടനെ ഉപയോഗിക്കുന്ന രീതിയിൽ പ്രാപ്തമായ ഒരു തിരക്കഥ ഉണ്ടാക്കണം. ഒരു പ്രാപ്തമായ ഒരു തിരക്കഥ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് ഡയറക്ഷൻ മതി. ഐ തിങ്ക് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. പിന്നെന്താണ്? അപ്പോൾ പിന്നെ എവിടെയാണ് ഈ മാറണം, ബെറ്റർ യു ചേഞ്ച് എന്നുള്ള അത് ശരിയാ, കംഫർട്ടാകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ബെറ്റർ ഡോണ്ട് തിങ്ക്. എന്തിനാണ് അത്? മമ്മൂട്ടിയുടേതായിട്ടുള്ളൊരു ആംഗിളിൽ മമ്മൂട്ടി ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഡയറക്ടേഴ്സും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. ദിസ് ഈസ് എ മൂവിങ് ഷിപ്പ്, ലെറ്റ് ദ ഷിപ്പ് മൂവ് എന്ന് കരുതി തൊട്ടപ്പുറത്തുള്ള വേറൊരു കപ്പലിന് കടന്നുകൂടാൻ പോയില്ലല്ലോ. തീർച്ചയായിട്ടും അപ്പുറത്തൊരു കപ്പലിന് കടന്നു പോകാം. കാര്യം കടലത്ര വിശാലമാണ്. എപ്പോഴും ഈ 10-14 സിനിമകൾക്ക് ശേഷം മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുള്ള അപൂർവം ചില നിമിഷങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അരിയർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കാലം വളരെ എന്താ പറയുക, കാർക്കശ്യമുള്ള, വളരെ ഒരു അസിസ്റ്റൻസ് തൻ്റെ കൂടൊപ്പം എങ്ങനെ നിൽക്കണമെന്ന് ഉറച്ച ബോധ്യങ്ങളുള്ള ഒരു ടാസ്ക് മാസ്റ്ററായിരുന്നു എൻ്റെ ഗുരുനാഥൻ ഹരിഹരൻ സാർ. അപ്പം സാറിൻ്റെ കീഴിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ പെർഫെക്ഷനോടുള്ള എൻ്റെ ഒരു എർജ് തന്നെ തോന്നുന്നു പലപ്പോഴും. കാരണം അദ്ദേഹം ഒരു വളരെ എല്ലാം അത്
ആ സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അതാവണമെന്ന് വളരെ എന്താ പറയുക പിൻ പോയിൻ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡയറക്ടർ അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കാര്യം എൻ്റെ കാര്യത്തിൽ അത് വ്യത്യാസമുണ്ട്. മറ്റ് പല ഡയറക്ടേഴ്സും ഒന്നിൽ കൂടുതൽ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിന്നിട്ടായിരിക്കും. ഞാൻ ഈ തലമുറയല്ല പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അയ്യർ സാറിനോട് മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പം സാറിൻ്റെ അടുത്തുനിന്ന് മാറി സ്വന്തമായി ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ നിന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ മനസ്സ് ഇങ്ങനെ ഭയപ്പെടുമായിരുന്നു. ഞാൻ ചെയ്യുന്ന ഈ സിനിമ നാളെ അദ്ദേഹം കാണുമ്പോൾ ഇതിൽ എന്തെല്ലാം കുറവുകൾ അദ്ദേഹം കാണും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഞാനിത് ഒന്ന് രണ്ട് വേദികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഫിലിമിൻ്റെ ആദ്യത്തെ പൂജാ ദിവസം, ആൻഡ് ദാറ്റ് ഹാപ്പൻ ടു ബി ഷൂട്ട്, ഒരു റെക്കോർഡിംഗ് അല്ല, ഈ ഷൂട്ടിൻ്റെ ആ ദിവസം ഞാൻ ആ പൂജാ ദിവസം അദ്ദേഹം വരരുതേന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ വരാതിരിക്കുക എങ്ങനെ, അത് സാധ്യമാവത്തില്ല. കാര്യം അദ്ദേഹത്തെ വിളിച്ചല്ലേ പറ്റും. ഞാൻ അതിനെന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഷൂട്ടിൻ്റെ ഒരു ദിവസം നോക്കി, അദ്ദേഹം മദ്രാസില്ലാത്തൊരു ദിവസം നോക്കി ഞാൻ എൻ്റെ ഷൂട്ട് വയ്ക്കുകയും സമാനമായിട്ട് സാറിൻ്റെ ഗുരുനാഥനെ വിളിച്ചു. പക്ഷെ ഗുരു ഇല്ലാതെ അങ്ങനെ നമ്മൾ എടുക്കും. അപ്പോൾ ആ ഗുരു ജീവൻ്റെ ജീവനായി സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെപ്പോലെ ബഹുമാനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ദൃക്സാക്ഷിയാണ്. കൃഷ്ണനായർ സാറ് സെറ്റിൽ വന്നാൽ ഹരിഹരൻ സാറ് എന്താ ഹരൻ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ സെറ്റിൽ തന്നെ ചെരുപ്പഴിച്ച് സാറിൻ്റെ പിറകിൽ പോയി നിന്ന് സാർ ആക്ഷൻ പറയൂ. ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നല്ല പലവട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരുനാഥൻ അല്ലേ കൃഷ്ണനായർ സാറ്. അപ്പോൾ ഞാൻ കൃഷ്ണനായർ സാറിനെ വിളിച്ചു. അപ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ മോഹങ്ങൾ പൂണിഞ്ഞുവിൻ്റെ പൂജ. പിന്നെ ഈ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളിലും സാറുമായിട്ട് യാതൊരു ഇൻട്രാക്ഷനും എനിക്കില്ല. അങ്ങനെ ഇതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ആദ്യത്തെ പ്രിവ്യൂ കാണാൻ വരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു, എൻ്റെ ഗുരുനാഥൻ എൻ്റെ സിനിമ കാണാൻ വേണ്ടി വരുന്നു. ഈ സിനിമ കണ്ടിട്ട് ഇദ്ദേഹം എന്ത് കുറവുകളാണ് പറയാൻ പോവുക. കാര്യം അന്ന് വരെ ഒരു ക്ലോസപ്സ് പോലും, ഒരു ഇൻസർട്ട് പോലും സാറ് എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല. കാര്യം ഒന്നാമത് തന്നെ സാറിനെ അല്ലാതെ ഈ ഭൂമുഖത്താരെയും വിശ്വാസമില്ല. സാറ് ചെയ്യേണ്ട ജോലി അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരാളെ സാറിന് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ എൻ്റെ കുറവോ അല്ലെങ്കിൽ എന്നുള്ളതല്ല പ്രശ്നം, ആരെക്കൊണ്ടും സാറ് ചെയ്യിപ്പിക്കത്തില്ല. സാറിൻ്റെ സിനിമയിൽ സാറിൻ്റെ അസിസ്റ്റൻസ് അന്ന് വളരെ അറിയപ്പെടുന്ന പ്രബലരായ അസിസ്റ്റൻസ് ഉള്ള സന്ദർഭത്തിൽ പോലും മധുച്ചേട്ടൻ അഭിനയിക്കുകയാണെങ്കിൽ മധുച്ചേട്ടനോട് പറഞ്ഞേച്ചു പോകും, സാർ ഞാൻ ആ ഡിസ്കഷന് കമൽ സാർ വിളിച്ചിട്ടൊന്ന് പോയിട്ട് വരാം, സാർ ഈ ഷോട്ടിലൊക്കെ ഒന്ന് എടുക്കുമോ. അതിൽ അഭിനയിക്കുന്ന മധുവിനെ കൊണ്ട് ഷോട്ട് എടുപ്പിക്കും. അത് മധുച്ചേട്ടൻ ഇപ്പോൾ 2-3 സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ആളാണ്. അപ്പോൾ ഇവിടെയുള്ള അസോസിയേറ്റ് ഡയറക്ടറെ പോലും മാറ്റി വെച്ചുകൊണ്ട് ഹരിഹരൻ സാറ് മധുച്ചേട്ടനെ കൊണ്ട് ഷോട്ട് എടുപ്പിക്കും. അതാണ് ഹരിഹരൻ സാറ്. അപ്പോൾ ഈ സാറാണ് എൻ്റെ സിനിമ കാണാൻ പോകുന്നത്. അതോ ഈ സിനിമ രാത്രി 9 മണിക്ക് അല്ല, രാത്രി വൈകുന്നേരം 6:30 മണിക്ക് പ്രിവ്യൂ ആണ്. ഈ ദിവസം നോമ്പ് നോറ്റ് ഞാൻ, മോഹൻലാൽ, പ്രൊഡ്യൂസർ, ഞങ്ങളെല്ലാവരും കൂടി ആദ്യത്തെ സിനിമയല്ലേ, വേളാങ്കണ്ണി പോയിരിക്കും. നോമ്പൊക്കെ നോക്കി വെച്ച് വേളാങ്കണ്ണി പോയി പെട്ടിയെല്ലാം വെച്ച് കുർബാനയ്ക്ക് പൈസയെല്ലാം കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് മോഹൻലാലും
ഞാനും എൻ്റെ പ്രൊഡ്യൂസറും വേറൊരു സുഹൃത്തും ഈ 4 പേരും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. അതുപോലൊരു വലിയ ഹെഡ് ഓൺ ക്ലാഷിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നത്. ലാലാ വണ്ടി ഓടിക്കുന്നത്, ഒരു മെസഡീസിലാണ് ഓടി പോയിക്കൊണ്ടിരിക്കുക. ഒരു 100-120 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പം ഞങ്ങൾ ഈ നോമ്പൊക്കെ ബ്രേക്ക് ചെയ്ത് ഏതൊരു ഹോട്ടലിൽ കയറി എല്ലാവരും 1-2 ഗ്ലാസ് ബിയർ കുടിച്ചിട്ടുണ്ട്. ഈ ബിയറൊക്കെ കുടിച്ച് 2:30 മണിക്ക്, അപ്പോൾ ഇവിടെ 6:30 മണിക്ക് പ്രിവ്യൂ. നമ്മുടെ ആദ്യത്തെ സിനിമ എൻ്റെ പ്രിവ്യൂ 6:30 മണിക്ക്, അതിന് മുമ്പിടെ വരാം. ഈ കുറച്ച് ഞാനിങ്ങനെ പിൻസീറ്റിലിരിക്കുക, പെട്ടെന്ന് വണ്ടി ഇങ്ങനെ എന്തോ ഒരു എണ്ണയിലേ ഓയിലിൽ കയറി പോലെ ഇങ്ങനെ വന്നിങ്ങനെ പെട്ടെന്ന് ഇത് നോക്കുമ്പോൾ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ വീല് പൂഴിക്കാത്ത വണ്ടി ഇങ്ങനെ സിഗ്സാഗ് ചെയ്ത് ഇങ്ങനെ റോഡിൽ കയറുന്നു, മണ്ണിലോട്ട് പോകുന്നു, വടവൃക്ഷത്തിൻ്റെ ലോട്ട് പോകുന്നു, വെട്ടിക്കുന്നു. റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിലിറ്ററി ട്രക്ക്, ഹെഡ് ഓൺ. ഇങ്ങനെ ഒരു 10 അടി വരെ, ഞാൻ സത്യം പറയാം, 10 അടി വരെ ഈ മിലിറ്ററി ട്രക്കും ഈ മെർസിഡീസും കൂടെ 10 അടി വരെ ഞാൻ കണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പുറകിലിരുന്ന് ഈശ്വരാന്ന് അലറി വിളിച്ചേ എനിക്ക് ഓർമ്മയുള്ളൂ. ലാലു വാസ് ഡ്രൈവിങ്. ട്രക്കെന്ന് വണ്ടി ഇപ്പുറത്തോട്ട് മാറി, ട്രക്ക് ഈ വഴി കൂടെ കയറി ഈ പൂഴിക്കകത്തോടെ ചാടി, അതും പ്രശ്നമായി. ആ വണ്ടിക്കൊന്നും സംഭവിച്ചില്ല. എന്നിട്ട് ഇദ്ദേഹം വണ്ടി നിർത്തുന്നുണ്ടോ? മനക്കരുത്ത് ഭയങ്കര. അന്നും ഈ ലാല്, ഞാൻ ലാലിൻ്റെ പുറത്തടിക്കുകയാണ്, ലാല് വണ്ടി നിർത്ത്. അപ്പോൾ ലാല് അണ്ണാ ഇപ്പം നിർത്തിയത് നമ്മളെല്ലാവരും അപ്സെറ്റ് ആയി പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കുറച്ച് ഓടിക്കട്ടെ. 50 കിലോമീറ്റർ വണ്ടി ഓടിച്ചതിന് ശേഷം നിർത്തി. ഇനി വേണം എന്നാന്ന് വെച്ചാൽ പറഞ്ഞു. ഒരു ഹെഡ് ഓൺ 50 അടി മുമ്പിലല്ല, 10 അടി വരെ ഞാൻ കണ്ടതന്നേ. നമ്മുടെ സ്വപ്നങ്ങൾ, പടത്തിൻ്റെ പേരെന്താണെന്നറിയോ? അത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഒരു സ്പെർ ഓഫ് സെക്കൻഡ് മാറിയിരുന്നെങ്കിൽ മോഹങ്ങൾ അവിടെ പൂവണിഞ്ഞ. ഇങ്ങനെ ഞങ്ങൾ മദ്രാസിൽ വരുമ്പം ഒരു 3/4 മണിക്കൂർ താമസിച്ചു. ഞാൻ സാറിൻ്റെ പുറകിൽ പോയി. അന്ന് സവേര തിയേറ്റർ, പ്രിവ്യൂ തിയേറ്ററുണ്ട്. സവേര തിയേറ്ററല്ല, സവേര ഹോട്ടലിൽ. ഈ പ്രിവ്യൂ തിയേറ്ററിൽ സാറിൻ്റെ കുറച്ച് ഒരു 5-6-7 സീറ്റ് മുമ്പിൽ ഇരിക്കുക. ഞാൻ ഇങ്ങനെ തപ്പി നോക്കി സാർ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സാറിൻ്റെ പുറകിൽ പോയി ഒരു തൂണുണ്ട് ഇങ്ങനെ, ആ തൂണിൽ ചാരി ഞാനിങ്ങനെ നിൽക്കുക. ഇൻ്റർവെൽ കഴിയുന്നു. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ആൾക്കാരൊക്കെ ഇറങ്ങും, സാർ അവിടെ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ കണ്ണിലിങ്ങനെ നിൽക്കും. അപ്പോൾ സാറിൻ്റെ കണ്ണ് ഉപ്പൻ്റെ പോലെ ഇങ്ങനെ ചുമന്നിരിപ്പുണ്ട്. ഇങ്ങനെ നോക്കി സാർ അനങ്ങുന്നു പോലുമില്ല. ഞാൻ എൻ്റെ സാമീപ്യം ഇട്ട് അറിയിക്കുന്നുമില്ല. ഇൻ്റർവെൽ കഴിയുന്നു, സിനിമ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ സിനിമ തീരുന്നു. അപ്പോൾ അന്ന് വിധുബാലയൊക്കെ ഉണ്ട് കാണാൻ, ശ്രീവിദ്യയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭദ്രൻ, വിധുബാല ഭദ്രൻസ് എന്നാണ് വിളിക്കുന്നത്. ഭദ്രൻസ് ഗംഭീരമായിരിക്കുന്നു കേട്ടോ. അയ്യോ ഇങ്ങനെ വന്നേ, ഞാനൊന്ന് ഷെയ്ക്കാണ്ട് വരട്ടെ. സംഗീതവും മ്യൂസിക്കലും പുള്ളിക്കാരത്തി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വലിയ താല്പര്യമാണല്ലോ. ഇവരൊക്കെ എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഞാനിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. സാറ് മുമ്പിരിക്കല്ലേ, സാറ് ഒന്നും അറിയുന്നില്ല. സാറിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ഈ 8 റോ അപ്പുറത്തിങ്ങനെ നിൽക്കുക. ഞാൻ സാറിൻ്റെ പുറകിൽ നിന്നിട്ട് പോകുന്നുമില്ല. ഗസ്റ്റുകളൊക്കെ എന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്യല്ലേ. പക്ഷെ ഞാൻ അനങ്ങുന്നില്ല. ഞാൻ ഗുരുദാവിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ സാറിന് മനസ്സിലായി ഞാൻ പുറകിൽ നിൽപ്പുണ്ടെന്ന്. ആളെന്ന് കുറച്ച് അങ്ങനെ തിയേറ്ററിൽ വെളിയിൽ ഇറങ്ങി സാർ എഴുന്നേറ്റു. നെയ്യുടെ ഒപ്പുണ്ടായിരുന്നു. സാറിൻ്റെ പതുക്കെ ഇങ്ങനെയുണ്ട് ഇന്ന് കെട്ടിപ്പിടിച്ച് സാരെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങി ഈ സവേരയുടെ റിസപ്ഷനിലേക്ക് വന്നപ്പം ശ്രീവിദ്യ നിൽപ്പുണ്ട്. ശ്രീവിദ്യ പെട്ടെന്ന് എൻ്റെ ഇങ്ങനെ ഇപ്പുറത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ കൈയാണ് സാറിന് ഇഷ്ടമായിട്ട്, അതായത് സാറ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ എല്ലാവരെയും ഇഗ്നോർ ചെയ്ത് സാറിൻ്റെ ഒപ്പം പുറകെ അങ്ങനെ ചെന്ന് ഇതിൻ്റെ റിസപ്ഷനും കഴിഞ്ഞ് ഗേറ്റിലേക്ക് വന്നു. അപ്പോൾ സാറിൻ്റെ കാറ് അങ്ങനെ വന്നു. ഞാനൊപ്പം എന്നെ പിടുത്തം വിടുന്നേ ഇല്ല. സീറ്റിലേക്ക് കയറാൻ നേരത്ത് എൻ്റെ തലയിലോട്ട് ഇങ്ങനെ കയ്യങ്ങ് വെച്ചേച്ച്, വണ്ടർഫുൾ, നീ മിടുക്കനാടാ എന്ന് പറഞ്ഞ് ഞാൻ നോക്കും. കണ്ണിങ്ങനെ ചുമന്ന് തുട്ടത്ത് കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുക. ഞാൻ ഇന്നലെ കണ്ടവരെ എൻ്റെ മനസ്സിൽ ഞാനത് സൂക്ഷിക്കുകയാണ്. ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. സാറത് സാധാരണ സിനിമകൾ കാണുന്നു, ഗുരുനാഥൻ കണ്ടു ഇറങ്ങി നല്ല സിനിമ എന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യും. സാധാരണ തിരിച്ചും ഉണ്ടാവും. സാധാരണ ശിഷ്യന്മാർ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സിനിമയുടെ ചെയ്തത് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കമൻറ്റൊക്കെ പറഞ്ഞൊക്കെയാണ് സാധാരണ നമ്മൾ ഇൻഡസ്ട്രിയിൽ കേൾക്കുന്നത്. ഇങ്ങനെയാണ് അതല്ലാത്ത ഒരു വികാരം സാറ്. അതുകൊണ്ടാണ് ഞാനിതിനെ ഇത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്.
സാധാരണ എപ്പോഴും അങ്ങനെ, ഞാൻ പലരെയും ആളും പേരും ഒന്നും പറയുന്നില്ല, പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. ഒരുപക്ഷെ നമ്മുടെ ശിഷ്യൻ ഈ ഒരു ലെവലിലൊരു സിനിമ ചെയ്യുമോ, അവൻ നമ്മളെ ഔട്ട്ഷൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ഇച്ചിരി ഡിപ്പ് ചെയ്തതിൻ്റെ കുറവുകൾ പറയുക. അതല്ലാത്ത ഒരു രീതിയിൽ സാറിൻ്റെ ആ ഒരു പ്രതികരണം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഒരുപക്ഷെ എന്നെ ഇങ്ങനെ വീണ്ടും സിനിമ ചെയ്യണം, സിനിമയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മൾ നിലകൊള്ളണം എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു വികാരവും സാറിൻ്റെ ആ ഒരു അനുഗ്രഹവും എൻ്റെ ആ ഒരു പാറ്റിങ് ഉണ്ടല്ലോ. കാറിൽ കയറുന്ന വരെ എന്ന് പറയുന്ന ഒരു 2.5-3 മിനിറ്റ് എന്നെ വിട്ട് എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട്, സാർ മുട്ടക്കനാവിടാ നീ എന്ന് പറഞ്ഞ് കാറൊക്കെ കയറി അങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ട് ഈ അയ്യർ ദ ഗ്രേറ്റ് സിനിമ കേരളത്തിൽ റിലീസെല്ലാം കഴിയുന്ന ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് മാറി നിന്ന രതീഷ് രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇതൊരു പ്രധാന പോയിൻ്റാണത്. അതുവരെ രതീഷുമായിട്ട് യാതൊരു ബന്ധമില്ല. നേരത്തെ പറഞ്ഞ തന്നെ രതീഷ് ഔട്ട്, രതീഷ് ഇല്ല. ഒരു വേദിയിലും രതീഷിനെ കാണുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് കോപ്പിയിൽ എങ്ങും രതീഷില്ല. പടം കേരളത്തിൽ റിലീസ് ചെയ്തു. 3-4 ആഴ്ചയ്ക്ക് ശേഷം മദ്രാസിൽ ഈ പടം റിലീസ് ചെയ്യാം. അപ്പോൾ ഈ മദ്രാസിലെ റൈറ്റ് രതീഷിന് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഈ ഡോക്യുമെൻറ്റേഷനകത്ത് രതീഷിന് മദ്രാസിലെ റൈറ്റ് എന്നൊക്കെ കൊടുത്താണ് മാറ്റി വെച്ചിരിക്കുന്നത്. രതീഷ് ഈ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസവും മറ്റോ ഞാൻ അപ്പോൾ കേക്കനറിൽ താമസിക്കുക, ഓടി എൻ്റെ വീട്ടിലേക്ക് വരിക. പതിവുള്ള അതേ ആ സ്മാർട്ട്നെസ്സും. രതീഷ് എപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആൻഡ് വെരി സ്മാർട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങാണ്ട് പോയിച്ച് വന്നിട്ടൊരു കുളിയെല്ലാം കഴിഞ്ഞ് ടെസ്സി ഉണ്ടാകത്ത്. ടെസ്സി എന്തോ വൈകുന്നേരം 7 മണിയൊക്കെ ആയില്ലേ, ബെല്ലടിച്ചിട്ട് ഞാൻ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഞാനങ്ങ് പറയുന്നത് രതീഷാ. രതീഷോ? രതീഷ് ഇങ്ങോട്ട് അകത്തോട്ട് കയറി ചെന്നൈ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചേച്ച് കുറേ ഉമ്മ. എന്തിനാ രതീഷ, നിനക്കെന്താ ലോട്ടറി അടിച്ചോ നീ? ഇല്ല അണ്ണാ, നാളെ ഞാൻ സിനിമ നമ്മുടെ അയോധ്യയ്ക്ക് റിലീസ് ചെയ്യാൻ പോവാണ്, എനിക്ക് അണ്ണ എന്നെ അനുഗ്രഹിക്കണം എന്നേ പറഞ്ഞ് ഞാൻ കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെ അത്രയും പിണങ്ങിയൊക്കെ നിന്നിട്ടൊക്കെ എന്ന് പറഞ്ഞാലും ശരി, രതീഷൻ എൻ്റെ മുൻപിൽ പോലും കാണാൻ എനിക്ക് പറ്റില്ല, എനിക്ക് കൊണ്ടിരുന്നത് രതീഷ് വെച്ച് സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ് അതൊക്കെ മോഹൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അനുഗ്രഹിക്കണം, നാളെ ഞാൻ ഈ പടം റിലീസ് ചെയ്യാൻ പോകണം. എന്തായാലും നാളത്തെ കഴിഞ്ഞ് ഈ പടം റിലീസ് ചെയ്യുന്നു. പടം ഈ മദ്രാസിൽ, കോയമ്പത്തൂരിലും മധുരയിലും ഒക്കെ ഇങ്ങനെ മദ്രാസിൽ 100 ദിവസം ഓടിയില്ലേ. അങ്ങനെ ഈ 100 ദിവസം ഓടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അവിടുത്തെ അന്നത്തെ തമിഴ് ഫെറ്റർണിറ്റിയിലുള്ള പല ആൾക്കാരും ചർച്ച ചെയ്യപ്പെടുന്നു. അന്നത്തെ ജയലളിത AIDMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറി, അങ്ങനെ അതിൻ്റെ പോസ്റ്റിലിരിക്കുക അവർ, MGR ഒക്കെ ഉള്ള സമയം. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ആരോടും ആവശ്യപ്പെട്ടിട്ട് ഈ ഫിലിം കാണണം. അങ്ങനെ അവർ വരുന്നു. അപ്പോൾ അവർ ജയലളിത എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നമ്മുടെ പഠിക്കുന്ന കാലത്തൊക്കെ ജയലളിത എന്താണ്, നമ്മുടെ മനസ്സിനകത്ത് ജയലളിത എന്തൊരു സുന്ദരിയും എന്തൊരു മിടുക്കിയും ജയലളിതയുടെ മനസ്സിൽ കൊണ്ടു നടക്കാത്ത ചെറുപ്പക്കാരൊന്നുണ്ടോ? ഈ ജയലളിതയാണ് ഈ സിനിമ കാണണം. അപ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായി. അപ്പോൾ ഇത് എന്നെ വിളിച്ച് പറഞ്ഞ രതീഷാണ്. അപ്പോൾ ഈ രതീഷിന് ഈ കളിപ്പിരി സ്വഭാവമുണ്ട്. ഞാൻ നീ ചുമ്മാ വരെ അണ്ണാ ചുമ്മാ രണ്ടാണ് എന്താ അവർ വരുന്നവരുന്ന് കാണുകയാണ്, നീ ചുമ്മാ ഒരു തമാശ പറയാന്നൊക്കെ അപ്പം ഞാൻ ഫോൺ വെച്ചു. ഇത് ഷോ ഒരു 6:30 മണി ഈവനിങ് എന്ന് തോന്നുന്നു, അതെ 6:30 മണി. ഒരു 5 മണിയായപ്പോൾ രതീഷ് വണ്ടിയായിട്ട് വീട്ടിൽ വന്നു. എന്തായാലും എന്നെ കളിപ്പിച്ച് അങ്ങോട്ട് വിട്ടില്ലല്ലോ, എന്നെ കൊണ്ടുപോകാനല്ലേ വന്നേ. ഞാൻ വണ്ടിക്കകത്തൊരു നേരെ ചെല്ലുന്നു. ഈ പറഞ്ഞവർ തന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവരും. അങ്ങനെ തിയേറ്ററിൽ ഇവർ വരുന്നു, ഞാൻ ഇവരത് വിഷ് ചെയ്യുന്നു. ഇവരെന്നെ അറിയുന്നില്ല. ഞാനൊരു 3 സീറ്റ് മുമ്പിൽ പോയിരിക്കുക. അങ്ങനെ സിനിമ തുടങ്ങുന്നു. 2-3 ഘട്ടങ്ങളിൽ വെരി ഗുഡ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം എനിക്ക്. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഇവർക്കെന്തോ ജ്യൂസോ എന്നൊക്കെ കൊടുക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ട സമയത്ത് ഇവരവിടുന്ന് ഡയറക്ടർ കം ആൻഡ് സിറ്റ് ഹിയർ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെന്നെ അവിടെ നിന്ന് വിളിക്കുക. 5 സീറ്റ് അപ്പുറത്താണ്. ഞാനവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഡോണ്ട് ഗെറ്റ് റിലാക്റ്റഡ്, കം സിറ്റ് ഹിയർ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ നടന്ന് കമോൺ കം എന്നെ വീണ്ടും വിളിക്കുക അവർ. അവൻ നേരെ ഞാൻ നടന്നു ചെന്ന് ഈ 1 സീറ്റ് അപ്പുറത്ത് അവിടെ ഇരുന്നു. നോ സിറ്റ് ഹിയർ, റൈറ്റ് ഹിയർ, കമോൺ. ഞാൻ 1 സീറ്റ് അപ്പുറത്ത് മാറിയില്ലിരുന്നേ. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ സീറ്റിൽ ഇവിടെ ഇരുന്നു. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് മുഴുവൻ അവരോടൊപ്പം. അവരെ സിനിമ കഴിഞ്ഞ ശേഷം ഓൾ ദീസ് ഓപ്റ്റിക്കൽ വർക്ക്സ് ഇതൊക്കെ ഇവിടെയാണ്. ഇവരിതിൻ്റെ ഈ സാങ്കേതികതകളൊക്കെ ഡിസ്കസ്, എനിക്ക് അവരോട് വലിയ ബഹുമാനം തോന്നി അന്ന്. അതാണിത് പറയാൻ കാരണം.
ഇതിൻ്റെ ഓപ്റ്റിക്കൽ വർക്കുകളെ കുറിച്ച് ചോദിക്കുകയാണ്. ഇത് നേരത്തെ പറഞ്ഞ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഫുട്ടേജസൊക്കെ പുള്ളിക്കാരത്തിൻ്റെ വിചാരം ഇതെല്ലാം ഓപ്റ്റിക്കൽ വർക്കുകളാണ്. അപ്പോൾ നമ്മളിവരെ കാണുന്നത് എന്താണ്? ഒരു നടി ഇപ്പം രാഷ്ട്രീയത്തിനകത്തുണ്ട്, അതിനപ്പുറം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇവരിതിൻ്റെ ഓപ്റ്റിക്കളും ഇതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വാതോരാതെ പറയല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഓപ്റ്റിക്കലല്ല മാഡം, ഇത് ഇങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെ? എന്നിട്ട് ഇവരെക്കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ ഒരു മുഹൂർത്തം എനിക്ക്, കാരണം ഇപ്പം ഇന്നവർ തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ അനിഷേധ്യ നേതാവും AIDMK അവർ അതിനപ്പുറം ഒരു വാക്കില്ല. ഇന്ന് മദ്രാസിലെ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാമാണ്, തമിഴ്നാടിൻ്റെ അമ്മയല്ലേ. ഇവർ ആ കാലത്ത് നമ്മളോട് 6 സീറ്റ് അപ്പുറത്ത് മുമ്പിലിരുന്ന് എന്നെ വിളിച്ച് ഇത് അടുത്തിരുത്തി, ഞാനൊരു സീറ്റ് അപ്പുറത്തിരുന്നിട്ട് എന്നെ ഇല്ല ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരുത്തി സിനിമ മുഴുവൻ കണ്ടതിന് ശേഷം അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റുകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ ഓപ്റ്റിക്കൽ വർക്ക് പ്രസാദിലാണോ ചെയ്തത്, അതെങ്ങനെ? ഇതൊരു മനസ്സിനകത്ത് വളരെ എൻ്റെ എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരും. ഇവരെ കാണുമ്പോഴൊക്കെ എനിക്ക് ഈ ഓർമ്മ വരും.